സാന്ദ്രാനന്ദബോധാത്മകമരുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 23-ാമത്തെ ദശകത്തിൽ ചിത്രകേതു ചരിതമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നൊരു രാജാവ് പുത്രാഗ്രഹിയായി ഉണ്ടായിരുന്നു. പുത്രാഗ്രഹി നപതി അങ്കിരസപ്രഭാവാൽ ദേഹപുത്ര. നാരദൻ്റെ കൂടെ നടക്കുന്നതായ അങ്കിരസിനാൽ ഒരു പുത്രൻ നൽകപ്പെട്ടു. ഹോമം കർമ്മമൊക്കെ നടത്തിയിട്ട് ആ പ്രസാദം കഴിച്ച് പത്നി ഗർഭിണിയായി. അപ്പം എന്തുണ്ടായി? സപത്നിമാർ, ആയിരക്കണക്കിന് പത്നിമാരുണ്ടെന്നാ. അവരുടെ അസൂയ കാരണം ആ പുത്രൻ വധിക്കപ്പെട്ടു. ഹതയേ സപത്നി, കൂടെയുള്ള പത്നിമാരാൽ വധിക്കപ്പെട്ടു. വളരെയേറെ ദുഃഖിച്ചു. ഉണ്ടായ ഉണ്ണി നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖം ഏറെയായി. ഇല്ലെങ്കില്ല, നല്ല ദുഃഖമല്ലേ ഉള്ളൂ. ഉണ്ടായിട്ട് നഷ്ടപ്പെട്ട ദുഃഖം അധികമാവില്ലേ? മോഹിത തത് അമുഹ്യദവശസ്തവമായ ആസു, അങ്ങയുടെ മായ കൊണ്ട് വളരെയേറെ അവശതയെ പ്രാപിച്ചു എന്ന് പറയാണ്. ഇനി അടുത്ത് തം നാരദപ്രഥമമങ്കിരസ ദയാലു സംപ്രാപ്യ താവതുപദശസുതസ്യ ജീവം കസ്യാത്മിപുത്ര ഇതി തസ്യ ഗിരാ വിമോഹം തെക്വാ തദർച്ചനവിധോനുപതിന്നയുക്ത. നാരദൻ ഈ കുട്ടി മരിച്ച സമയത്തും അവിടെ വന്നു. മരിക്കുന്നതിന് മുമ്പ് കുട്ടിയെ നൽകാൻ വേണ്ടി വന്നു, മരിച്ചപ്പോഴും വന്നു. തം നാരദത്തു സമമങ്കിരസ. നാരദൻ അങ്കിരസ തുമ്പുരു ഇവരൊക്കെ അധികം ഒപ്പാണ് നടക്കുക. അങ്കിരസോ തുമ്പുരു ആരെങ്കിലും നാരദൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്കിരസാണ് കൂടെ വന്നത്. സമമങ്കിരസ, അങ്കിരസോട് കൂടിയിട്ട് സംപ്രാപ്യതാവത് ഉപദസ്യ സുദസ്യ ജീവം, ജീവൻ്റെ ആ അവസ്ഥയെ നാരദൻ കാണിച്ചു കൊടുത്തു. ഈ നാരദൻ നിമിത്തം ഉണ്ടായ, അങ്കിരസ് നിമിത്തം ഉണ്ടായ ഉണ്ണി മരിച്ച ദുഃഖം നാരദനോട് പറഞ്ഞു രാജാവ്. നാരദ, അങ്ങനെയാണ് കഥ. എങ്ങനെയെങ്കിലും എൻ്റെ ഉണ്ണിയെ ഒന്ന് ജീവിപ്പിച്ച് തരണം. നല്ല കാര്യമായി. നാരദന് വേറെ പണിയില്ലല്ലോ. എത്തിവരെയൊക്കെ ജീവിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒഴിവുണ്ടാവില്ല. കാരണം അത്രയധികം അപേക്ഷകൾ വരില്ലേ. എത്ര ആളുടെ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ആളുടെ വലിയവർ മരിച്ചിട്ടുണ്ടാവും, കുട്ടികളും വലിയവർ മരിച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ ജീവിപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും കഴിയുമോ? നാരദനെന്നല്ല, ഒരാൾക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അപൂർവം ചില സംഭവങ്ങൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപൂർവം ചില സംഭവങ്ങളുണ്ട് ഉണ്ട്. അതൊക്കെ കഥയായിട്ട് പറയുമ്പോൾ പറയാമെന്നല്ലാണ്ട് യാഥാർത്ഥ്യത്തോട് അടുക്കുമെന്ന് പലരും സമ്മതിക്കുന്നില്ല. കഥയ്ക്ക് ആന്തരാർത്ഥമാണെന്നാണ് പലരും പറയുന്നത്. ഉണ്ട്, ചില ജീവിപ്പിച്ച കഥ വളരെ കുറച്ചേ ഉള്ളൂ. അതങ്ങനെ പറയാൻ പാടുവാണ്. എപ്പോഴും മരിച്ചവരെ ജീവിപ്പിച്ചു പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ വളരെ ദുർലഭം ചില സന്ദർഭങ്ങളിൽ മാത്രമേ മരിച്ചവരെ ജീവിപ്പിക്കുള്ളൂ. നാരദനൊന്നുമല്ല ജീവിപ്പിക്കണത്. ഈശ്വരനായിരിക്കും പലപ്പോഴും ജീവൻ നൽകുക. ഈശ്വരന് കഴിയാത്തതൊന്നുമില്ലല്ലോ. അപ്പം അതെങ്ങനെ രാജാവേ നടക്കുക? ഈ നടക്കാത്ത കാര്യം ചെറിയ കുട്ടികളെ പോലെ വാശി പിടിച്ചിട്ട് എൻ്റെ കുട്ടി എനിക്കിപ്പോൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ നടപ്പാവും? ഞാൻ വിചാരിച്ചാൽ എന്നല്ല, ഈ ലോകത്തിൽ ആർക്കും സാധിക്കാത്ത കാര്യമാണ് അങ്ങ് പറയണത്. രോഗം ഉണ്ടച്ചാൽ ചികിത്സിക്കാം, പക്ഷേ മരിച്ചുപോയ കുട്ടിയെ എങ്ങനെ ജീവിപ്പിക്കാം? ദയാലു നാരദ തു താവത് അങ്കിരസ സമം സംപ്രാപ്യ. ദയാലു ആയിരിക്കുന്ന നാരദൻ അങ്കിരസനോട് കൂടി അവിടെ സംപ്രാപ്യ എത്തിച്ചേർന്നു. താവത് ഉപദസ്യ സുദസ്യ ജീവം. രാജാവ് ഈ കുട്ടിയുടെ പുത്രനഷ്ടത്തെക്കുറിച്ച്, തൻ്റെ പുത്രനഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. ആ കുട്ടിയെ ജീവിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശ്ലോകത്തിലെ അർത്ഥത്തിൽ വാക്കുകളത് വന്നിട്ടില്ല. ശ്രീമദ് ഭാഗവത്തിൽ അതൊക്കെ വന്നിട്ടുള്ളൂ. വലിയ കഥയല്ലേ, ചുരുക്കിയിരിക്കുകയാണ്. പറഞ്ഞു എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ആ കുട്ടിയെ ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്ന് നമ്മൾ എടുക്കണം. നാരദൻ എന്ത് ചെയ്തു? ആ ജീവനെ ആവാഹിച്ചു. ശരീരത്തിലേക്ക് കടത്താൻ പറ്റില്ല, ആ ജീവനെ ആവാഹിക്കാം.
നമ്മൾ ശാർദത്തിലും തീർമ്മത്തിലും ആത്മാവിനെ ആവാഹിക്കുന്നുണ്ടല്ലോ. ശരീരത്തിലേക്ക് കിടത്താൻ പറ്റുമോ? ശരീരം തന്നെ ഉണ്ടാവില്ല അവിടെ, പിന്നെ എങ്ങനെ കിടത്തുക? ഉണ്ടെങ്കിലും കിടത്താൻ പറ്റില്ല, ആവാഹിക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ആ നാരദൻ ഈ ചിത്രകേതുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ജീവനെ ഒന്നും കൂടെ ആവാഹിച്ചു. ആ ശരീരത്തിലേക്ക് കിടക്കാൻ വേണ്ടി ഞാൻ പറയാം, പക്ഷെ ആ ജീവൻ കിടക്കില്ല. അത് എന്താണ് പറയുക എന്ന് അങ്ങ് നേരിട്ട് കേട്ടോളൂ. അപ്പം അങ്ങയുടെ സംശയം തീരും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ആ ജീവനെ നാരദൻ ആവാഹിച്ചു. അത്രയും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് സാധ്യമല്ലെന്ന് നാരദൻ പറയുകയും രാജാവിനെ ബോധ്യപ്പെടുത്താനായിക്കൊണ്ട് ജീവനെ ആവാഹിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഉടുക്ക് തന്നെ വേണം. അത് കഥയിൽ പറയേണ്ട ഭാഗവത്തിലുണ്ട്. എന്നിട്ട് ആ ജീവനെ ആവാഹിച്ചു. അത്രയും കാര്യം എടുക്കുക, നമ്മൾ ഊഹിക്കുക, അണ്ടർസ്റ്റുഡാണ്. ജീവനെ ആവാഹിച്ചു, രാജാവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. എന്നിട്ട് ആ ജീവൻ എന്താ പറഞ്ഞത്? ജീവനോട് ശരീരത്തിലേക്ക് കിടക്കാൻ നാരദ മഹർഷി പറഞ്ഞു. ഭാഗത്തുള്ള ജീവാത്മൻ പശ്യഭദ്രന്തേ മാതരം പിതരന്തവ. അങ്ങയുടെ അച്ഛനും അമ്മയും ദുഃഖിക്കുന്നു കണ്ടോ മരിച്ചിട്ട്? അവിടെ നീ ഒന്ന് ആ ശരീരത്തിലേക്കാണ് കിടന്നാൽ അവർക്ക് എത്ര സന്തോഷമാവും എന്ന് നാരദൻ പറയുകയും ചെയ്തു. നടക്കമുള്ള കഥ നമ്മൾ അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ജീവൻ്റെ മറുപടി ഇതിലൊരു വാക്കിൽ പറഞ്ഞു, കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണ്? ഏതൊക്കെയോ ജന്മത്തിൽ പലരും എൻ്റെ പുത്രന്മാരായിട്ടുണ്ട്, ഞാൻ പലരുടെ പുത്രനായിട്ടുണ്ട്. അതൊക്കെ അതാത് ജന്മത്തിലേ ഉള്ളൂ. ബന്ധു, മിത്രൻ, ഉദാസീനൻ, മധ്യസ്ഥൻ എന്നീ ഭാവങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പല ജന്മങ്ങളിൽ. ആരൊക്കെയായി ഉണ്ടാവും നമ്മൾ? അതൊക്കെ ആ ജന്മത്തിലേ ഉള്ളൂ. കഴിഞ്ഞു, ആ ശരീരം വിട്ടാൽ കഴിഞ്ഞു. ഇതൊക്കെ അതുകൊണ്ട് കസ്യാസ്മി പുത്ര, രണ്ട് വാക്കിലാണ് ഇത്രയും കാര്യം ഒതുക്കിയിരിക്കണേ. ആ സംഗ്രഹപാഠവും ആലോചിച്ചു. അസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണ്? ഇരു വാക്കിൽ എന്തൊക്കെ കാര്യം വന്നു? ബന്ധു, ജ്ഞാതി, ഉദാസീനൻ, മിത്രൻ എന്നിങ്ങനെ മധ്യസ്ഥൻ അനവധി ബന്ധങ്ങളിൽ ജീവിച്ചു വന്നതായിരിക്കുന്ന ഞാൻ അതാത് ശരീരത്തിലുള്ളപ്പോൾ മാത്രമേ ഈ ഭാവങ്ങളെ കൈക്കൊള്ളുന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാ? ഇതി തസ്യഗിര, ആ ആത്മാവിൻ്റെ, തസ്യ ആത്മാവിൻ്റെ വാക്ക്, തസ്യ ആത്മാവിൻ്റെയാണ് അവിടുത്തെ അർത്ഥം. തസ്യ പറഞ്ഞാൽ അതിൻ്റെ പ്രോനൗണാണത്. ആ ജീവാത്മാവിൻ്റെ വാക്കിനാൽ ഈ രാജാവിന് അറിവുണ്ടായി. ഓരോരുത്തർക്ക് എപ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരു വഴിത്തിരിവ് ജീവിതത്തിലുണ്ടായി എന്ന് വരും. ധ്രുവൻ ആ ഒരു വാക്കുകൊണ്ടാണല്ലോ തപസ് ചെയ്യാൻ തോന്നിയതും ശ്രദ്ധാക്ഷാൾക്കാരുണ്ടായത്. ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയമ്മ അസൂയോടുകൂടി ചീത്ത പറഞ്ഞപ്പോഴാണ് ധ്രുവൻ എവിടെ എത്തിയത്? ധ്രുവപദത്തിലെത്തിയത്. ആ ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ വലിയ മാറ്റം സൃഷ്ടിച്ചു എന്ന് വരും. അത് വളരെ സാധാരണ ഒരു കാര്യമാണ്. അതുണ്ടാവും. പലപ്പോഴും ഒരു വാക്കായിരിക്കും അവൻ്റെ ജീവിതത്തിനെ മാറ്റുക. ഇവിടെ കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിര, ആത്മാവിൻ്റെ വാക്കാണ്. ഞാൻ ആരുടെ പുത്രനാണ്? ഇപ്പോൾ ഞാൻ ആരുടെയും പുത്രനല്ല. ആത്മാവിന് അങ്ങനെയുള്ള ഭാവമൊന്നുമില്ല, ഈ ശരീരത്തിലിരിക്കുമ്പോഴേ ഉള്ളൂ. തസ്യ ഗിര വിമോഹം തെക്ത്വ, മായയെ കളഞ്ഞു. ഇങ്ങനെയാണോ? ആത്മാവ് ആരുടെയും മകനും അല്ല, ഇതൊന്നും ആത്മാവിന് ബാധകമല്ല എന്നല്ലേ ആത്മാവ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഞാൻ ആരെയാ പുത്രൻ എന്ന് പറഞ്ഞ് സ്നേഹിച്ചത്? ആരുടെ വിയോഗത്താലാണ് ഞാൻ ദുഃഖിച്ചത്? അയ്യോ, വിട്ടിത്തായിപ്പോയി. അതിന് ശേഷം എന്ത് ചെയ്തു? ആ മോഹങ്ങളെല്ലാം കളഞ്ഞ് ഭഗവാനെ ഭജിച്ചു. ഭക്തിത്വ വിമോഹം തെക്വ, മായയെ കളഞ്ഞ് ജ്ഞാനം പ്രാപിച്ചിട്ട് തദർച്ചനവിധോ നൃപരിന്നയുക്ത. അയ്യോ ഗുരുവായൂരപ്പ, ലേശം അങ്ങയെ അർച്ചിക്കുന്നതിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഭഗവാനെ ഭജിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ട് എന്ന് നാരദനോട് പറഞ്ഞു. അപ്പോൾ നാരദൻ ചില ഭഗവത് ഉപാസനാ വിധികൾ പറഞ്ഞു കൊടുത്തു. താല്പര്യമുള്ളവരോടെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. താല്പര്യം കണ്ടാൽ അപ്പം പറഞ്ഞു കൊടുക്കും വേണം. പിന്നെ ആ താല്പര്യം ഇല്ലാണ്ടായാലോ? മായയില്ലേ. ഭാഗവതം ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അപ്പം കയ്യിലുള്ളതാണ് കൊടുത്താലും വിരോധമില്ല എന്നാ, നമ്മൾ വേറെ വാങ്ങിയാലും വേണ്ടില്ല എന്നാ. പിന്നെ അത് തോന്നിയില്ലെങ്കിലോ അപ്പം കൊടുക്കണം എന്നാ.
നമ്മുടെയൊക്കെ ഗുരുനാഥൻ വേണമെന്ന് അങ്ങോട്ട് തോന്നിയാൽ തപ്പ കൊടുത്തോളൂ. കയ്യിലുള്ളതൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പോൾ. അപ്പം കൊടുത്തോളുക. ആ നിമിഷം ഒരു പുണ്യ നിമിഷമാണ്, പിന്നെ വന്നോളണമെന്നില്ല, അപ്പോൾ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ വിയോഗത്താൽ ചിത്രകേതുവിന് മോഹം പോയി, ജ്ഞാനം വന്നു. മായ പോയപ്പോഴോ ഒരു ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവേ, ഇതിന് പിന്നാലെ പോയിട്ടൊന്നും കാര്യമില്ല, മകൻ, ഭാര്യ, വീട്, ധനം വിട്ടളയൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ആരും ആരുടെയും പുത്രനല്ല, ആരും ആരുടെയും പിതാവല്ല, ആരും ആരുടെയും അച്ഛനല്ല. മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്യുക. അതുകൊണ്ട് അങ്ങയെ ഭഗവാനെ ഭജിക്കുക. ഈ ശരീരം കൊണ്ട് വേണ്ട ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ? ഈശ്വരനെ ഉപാസിക്കുക. അപ്പം എന്ത് ചെയ്യണം? സ്തോത്രഞ്ച മന്ത്രമപി നാരദോദലദോഷായ ശേഷബുഷോ നനുദേ തപസ്യൻ. സ്തോത്രമന്ത്രങ്ങളൊക്കെ നാരദൻ പറഞ്ഞു കൊടുത്തു. ആദിശേഷനെ ഉപാസിക്കാൻ എവിടുന്ന് വേണമെച്ചാൽ ഉപാസന തുടങ്ങാം. അങ്ങനെ പിന്നെ നിയമമൊന്നുമില്ല അല്ലേ? ഇപ്പോൾ രാമർ നമുക്കിതാ പഠിക്കണേ, എവിടുന്നാണ് തുടങ്ങേണ്ടപ്പോൾ? കാവ്യത്തിന് തുടങ്ങിയാലോ വിരോധമില്ല, വ്യാകരണത്തിന് തുടങ്ങിയാലോ വിരോധമില്ല, എവിടുന്ന് വേണമെങ്കിലും തുടങ്ങാം. നമുക്ക് കാവ്യത്തിന് തുടങ്ങാം. ഗുരുനാഥൻ്റെ ഇഷ്ടമാണ് എവിടുന്ന് തുടങ്ങണം എന്ന പോലെ ഇവിടെ ആദിശേഷനിൽ നിന്ന് തുടങ്ങുക. ആയിക്കോട്ടെ. സ്തോത്രഞ്ച മന്ത്രമപി നാരദോധലബ്ധ്വാ. നാരദനിൽ നിന്ന് ആദിശേഷനെക്കുറിച്ചുള്ള സ്തോത്രവും മന്ത്രവും ലഭിച്ച് തോഷായ ശേഷപുഷോ നനുദേ തപസ്യൻ. ഇത്ര വേഗം പറഞ്ഞു പോണ കഥ അറിയോ? ആ ആദിശേഷനെ അങ്ങോട്ട് സന്തോഷിച്ചു. വലിയൊരു സ്തുതിൻ്റെ ഭാഗം അജിതജിത സമഭവാൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്തുതിയുണ്ട്. ഭാഗത്തിൽ വിസ്തരിക്കുന്നുണ്ട് ആ സ്തുതി. എന്ത് സ്തോത്രമാണോ പറഞ്ഞു കൊടുത്തത്? ആദിശേഷനെ സ്തുതിക്കുന്ന സ്തോത്രം, കണ്ടിട്ട് സ്തുതിക്കുന്ന സ്തോത്രം അതിൽ വിസ്തരിച്ച് പറയണു. കണ്ടപ്പോൾ സ്തുതിക്കുന്ന സ്തോത്രമാണ് കേട്ടോ, കാണാൻ സ്തുതിക്കുന്നതല്ല, കണ്ടപ്പോൾ. തോഷായ ശേഷപുഷോ നനുതേ തപസ്യൻ. ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാനെ അങ്ങനെയല്ലേ, അങ്ങയുടെ വേറൊരു രൂപം. അങ്ങയെ തപസ് ചെയ്തിട്ടോ ആദിശേഷനോട് പ്രത്യക്ഷമായ വെറുതെ പോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് വരം കൊടുക്കണം. വിദ്യാധരാധിപതിതാം സഖി സപ്തരാത്രേ. വിദ്യാധരന്മാരുടെ ആധിപത്യം 7 ദിവസം കൊണ്ട് അങ്ങേക്ക് ലഭിക്കും. വല്ലാത്തൊരു സ്ഥാനമാണ്. 7 ദിവസം കൊണ്ടൊന്നും കിട്ടണതല്ല. ജന്മത്തെ പുണ്യം കൊണ്ടാണ് യക്ഷഗന്ധർവ വിദ്യാധരന്മാർ, ദേവന്മാർ, സ്വർഗാസ്പതിലുള്ള പദവികൾ ഇതൊക്കെ കിട്ടുക. ഇവിടെ 7 ദിവസം കൊണ്ട് കിട്ടി, ഉപാസനയുടെ ബലം കൊണ്ട്. വിദ്യാധരാധിപതിതാം സഖി സപ്തരാത്രേ ലബ്ധ്വാ. 7 ദിവസം കൊണ്ട് കിട്ടി. പ്യാകുണ്ഡ മതിരന്നഭവത് ഭജന്തം. പിന്നീട് ഭക്തിയോട് കൂടിയിട്ട് അങ്ങയെ ഭജിക്കുകയും ചെയ്തു. തന്നാരദസ്തു സമം അങ്കിരസ ദയാലുസംപ്രാപ്യ താപതുപദശ്യതു തസ്യ ജീവം. കുട്ടിയുടെ ജീവനെ ആവാഹിച്ചു. അത്രയിലേ പറ്റുള്ളൂ. തസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണെന്ന വാക്യത്താൽ തസ്യ ഗിരാവാക്ക് വിമോഹം തെക്വ, മായയെ കളഞ്ഞ് തദർച്ചനവിദോ നിപതിന്നയുക്ത, അങ്ങയെ അർച്ചിക്കാനായി തുടങ്ങി. സ്തോത്രഞ്ച മന്ത്രമഭിനാരദോദലദ്വാദോഷായ ശേഷബുഷോ നനുദേ തപസ്യൻ. സ്തോത്രമന്ത്രങ്ങളാൽ ആദിശേഷനായിരിക്കുന്ന അവിടുത്തെ ഉപാസിച്ചിട്ട് വിദ്യാധരാധിപതിതാന്തകി സപ്തരാത്രേ 7 ദിവസം കൊണ്ട് വിദ്യാധരാദികളുടെ ആധിപത്യം നേടി ആത്മകുണ്ഡമതിരന്നഭവത് ഭജന്തം, യാതൊരു ദുഃഖവും കൂടാതെ അങ്ങയെ ഭജിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.